ലെറ്റ്സ് ഗോ വിത്ത് ചിക്കു. എത്ര ദൂരത്താണെങ്കിലും അതിപ്പം എത്ര നേരത്തെ ആണെങ്കിലും മലയാളിയായി പോയില്ലേ, എങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുക? അയർലൻഡിലെത്തിയിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ ഓണം സെലിബ്രേഷനാണിത്. ഈ വട്ടം കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയൊക്കെയായിരുന്നു ഓണം സെലിബ്രേഷൻ. പണ്ട് കുട്ടിക്കാലത്ത് ആരും കാണാതെ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് പൂവൊക്കെ മൂട്ടിച്ചുകൊണ്ട് വന്ന് രാവിലെ തിരുവോണത്തിൻ്റെ രാവിലെ അത്തപ്പൂക്കൾ ഇടുമ്പോൾ കിട്ടുന്നൊരു നൊസ്റ്റു ഇല്ലേ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. അങ്ങനെ മീക്കുട്ടീനെയും കേശുവിനെയും കൂട്ടി ഞാൻ നേരെ റോഡിലോട്ട് ഇറങ്ങി. സത്യം പറഞ്ഞാൽ സമ്മർ കഴിഞ്ഞ് നേരെ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഒരു പൂക്കളും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ മഞ്ഞ, വെള്ള, വയലറ്റ് അങ്ങനെ നിറയെ പൂക്കളുള്ളൊരു സ്ഥലമായിരുന്നു. ഇത് ബീച്ചിൻ്റെ സൈഡാട്ടോ. എന്നാലും അണ്ണാരെ കണ്ട് തന്നാലായതെന്നും പറഞ്ഞതുപോലെ കിട്ടിയതെല്ലാം നേരെ കൂട്ടി ഞങ്ങൾ വീട്ടിലോട്ട് പോരും. പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ ഈ ഓണ പ്രോഗ്രാമിൻ്റെ തലേന്ന് എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് ഈ ഓണപ്പൂക്കളൊക്കെ ഇങ്ങനെ എതിർത്ത് ഒരേ കളറൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റുന്നൊരു സെക്ഷൻ ഇല്ലായിരുന്നു. അതായിരുന്നു രണ്ടാമത്. സത്യം പറഞ്ഞാൽ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോഴും ഈ ഓൺലൈൻ ഗെയിമൊക്കെ കളിച്ച് നടക്കുന്ന അവർക്ക് ഇതൊരു പുതുമയുള്ളൊരു കണ്ടന്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഓണസദ്യയിലോട്ട്. ഒന്നും പറയാനില്ല, നല്ല ഒരു അടിപൊളി കിട്ടില്ലൻ ട്രിവാൻഡ്രം സ്റ്റൈൽ ഓണം സദ്യയായിരുന്നു ഞങ്ങൾക്ക് ഗിരീഷേട്ടനും രശ്മി ചേച്ചി കൂടി ഒരുക്കി തന്നത്. പച്ചടി വന്നു, കിച്ചടി വന്നു, ഓലം വന്നു, അവിയൽ വന്നു, പപ്പടം വന്നു, ചോറ് വന്നു, മോര് വന്നു. എൻ്റെ പൊന്നി ഈശോയെ, ഒന്നും പറയാനില്ല, അമ്മാതിരി കിട്ടില്ലൻ ഒരു ഓണസദ്യ. കാരണം ഞാൻ തന്നെ എക്സൈറ്റഡ് ആയി എങ്ങനെ ഇവർ ഈ ഓണസദ്യ ഇത്ര പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തു എന്നുള്ളത്. അത്ര സൂപ്പറായിരുന്നു. പിള്ളേരുടെ സെറ്റിൻ്റെ ഫുഡ് സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇവരെല്ലാവരും കഴിക്കാനിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്ഥിരം പോലത്തെ കുറച്ച് ഫോട്ടോ സെക്ഷൻസും കാര്യങ്ങളും കുശലം പറച്ചിലും ഒക്കെ ആയിട്ട് ഈ വട്ടത്തെ ഓണം അടിപൊളിയായിട്ട് നടന്നു.